ഓടി വാഹനങ്ങൾ നിങ്ങൾ പലതരം എഞ്ചിനുകളും പലതരം മോഡലുകളും നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഓടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഓടി അവൈലബിൾ ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മളെ ഇന്ത്യൻ നിരത്തുകളിലും അതേപോലെ തന്നെ യു എ നിരത്തുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൽ തന്നെ ഓടി A3യിൽ തന്നെ 4 സിലിണ്ടറും വരാറുണ്ട്. ഇതിപ്പോൾ ഓടി A3 ആണ്. ഓടി A3യുടെ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു എഞ്ചിന് കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയൊക്കെ ബിൽഡായിട്ടിരിക്കുന്നത് 4 സിലിണ്ടറിനും അതേമാതിരി 3 സിലിണ്ടറിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു മോഡൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ കാണുന്നത്. ഇന്ത്യൻ നിരത്തുകൾ നിങ്ങൾക്ക് കാണാനേ സാധിക്കത്തില്ല. കാരണം ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓടി A3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൂടിയ മോഡൽ എന്ന് പറയുന്നതാണ് ഓടി S3. എന്നാൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഓടി S3ക്കും ശേഷമുള്ളൊരു മോഡലാണ് ഈ കാണുന്നത് ഓടി RS3 എന്ന് പറയുന്നത്. അപ്പോൾ RS3 എന്ന് പറയുന്ന ഈ മോഡലിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 5 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഈ 5 സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഓടിയുടെ S3യും പവർഫുൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് ഓടി RS3യിൽ അതിലും കൂടുതൽ പവർ തന്നെയുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ അകത്ത് 2.5 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണ്ടി വച്ചിട്ടുണ്ട്. ഇത് ഒരു കസ്റ്റമറിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 5 സിലിണ്ടർ നല്ല അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എത്രയാണ് എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി വരുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഞാൻ പിൻ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.